നമസ്കാരം. മത്തി, കൊഴുവ പോലുള്ള ചെറിയ മീനുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ പീരയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. മീൻ പീര ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ കുടംപുളി 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയെടുത്ത കുടംപുളിയെ ഇതുപോലെ കൈകൊണ്ട് ചെറിയ പീസുകളായിട്ട് മുറിച്ചിടുക. കുടംപുളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പച്ചമാങ്ങയോ അതല്ലെങ്കിൽ ചിലുമ്പിക്ക അഥവാ ഇരുമ്പം പുളിയോ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കുടംപുളിയുടെ അത്രയും പുളി ഇല്ലാത്തത് കൊണ്ട് അതല്പം കൂടുതൽ ചേർക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഉപ്പ് മെഷറിംഗ് സ്പൂൺ കൊണ്ട് തന്നെ അളന്നിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ 1/4 കപ്പ് ചൂടുവെള്ളം ചേർക്കുക. വെള്ളം കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് ഇളക്കി ഉപ്പ് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ ലയിപ്പിക്കുക. ഇങ്ങനെ കുടംപുളി ഉപ്പുള്ള ചൂടുവെള്ളത്തിൽ അല്പനേരം കിടന്നു കഴിയുമ്പോൾ ഇതിനുള്ളിലെ പുളിരസം വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങും. അതിനായിട്ടിത് കുറഞ്ഞത് 15 മിനിറ്റ് നേരം മാറ്റിവെക്കുക. മീൻ പീര ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 350 ഗ്രാം കൊഴുവ അഥവാ നത്തോലി മീനാണ്. 1/2 കിലോ നത്തോലി വാങ്ങി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ 350 ഗ്രാം കിട്ടും. ചെറിയ മീനുകൾ ഏതും നിങ്ങൾക്ക് ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ മത്തി മീൻ പീര ഉണ്ടാക്കാൻ വളരെ നല്ലതാണ്. മീൻ പീര ഉണ്ടാക്കുന്നതിനായി നിങ്ങൾക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനോ അതല്ലെങ്കിൽ മൺചട്ടിയോ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായിട്ട് പാനിലേക്ക് തേങ്ങ ചിരണ്ടിയത് 1 കപ്പ്, ചെറിയുള്ളി 10 എണ്ണം നീളത്തിൽ കട്ട് ചെയ്തത്, 3 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ് അല്പം വലിപ്പത്തിൽ കട്ട് ചെയ്തത്. കഴിക്കുമ്പോൾ എളുപ്പത്തിലെടുത്ത് മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വലിപ്പത്തിൽ കട്ട് ചെയ്തത്. ഇഞ്ചി നിങ്ങൾക്ക് ചതച്ച് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളിയുടെ അല്ലി 10 എണ്ണം ചോപ്പ് ചെയ്തത്, പച്ചമുളക് 5 എണ്ണം നെടുവേ കീറിയത്. ഇതും കഴിക്കുമ്പോൾ എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയാണ് വലിപ്പത്തിൽ കട്ട് ചെയ്തത്. കുറച്ചേറെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. എല്ലാം നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് മീൻ ചേർക്കുക. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പുളിവെള്ളം പുളിയോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർക്കുക. വീണ്ടും എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് സ്റ്റൗവിലേക്ക് മാറ്റുക. തിളയ്ക്കാൻ തുടങ്ങുന്നതുവരെ തീ ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ഏകദേശം 5 മിനിറ്റ് നേരമാണ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കേണ്ടത്. 5 മിനിറ്റിന് ശേഷം തുറന്ന് വളരെ പതുക്കെയൊന്ന് ഇളക്കിയിടുക. 5 മിനിറ്റ് കൊണ്ട് തന്നെ മീൻ അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. അതുകൊണ്ട് സൂക്ഷിച്ചിളക്കിയില്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. തടി കൊണ്ടുള്ള ഒരു തവി ഉപയോഗിക്കുകയാണെങ്കിൽ മീൻ അധികം പൊടിഞ്ഞു പോവില്ല. ഇനി ഇത് വീണ്ടും ഏകദേശം 5 മിനിറ്റ് നേരം കൂടി തുറന്നു വെച്ച് വേവിക്കുക. തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. ഇങ്ങനെ തുറന്നു വെച്ച് വേവിക്കുമ്പോൾ ഈ വെള്ളം വറ്റി ആവശ്യത്തിനുള്ള പരുവത്തിനാവും. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള പരുവത്തിനായിട്ടുണ്ട്. വെള്ളം അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇതുപോലെ അല്പം വെള്ളം ഇതിനടിയിലുള്ളത് നല്ലതാണ്. പൂർണ്ണമായിട്ട് അങ്ങ് വറ്റിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഇത് ഇളക്കരുത്. ഇളക്കിക്കഴിഞ്ഞാൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. മീൻ പീര തയ്യാറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത ശേഷം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക. മീൻ പീരയിൽ തേങ്ങ ചേർക്കുന്നതുകൊണ്ട് അധിക ദിവസം ഇത് കേടുകൂടാതിരിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.